എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കൃതി കുറയൻറുമില്ലേ മരൈമൂർത്തി കണ്ണ എന്ന കൃതിയാണ്. ഇതൊരു രാഗമാലികയാണ്. തുടക്കത്തിൽ ശിവരഞ്ജിനി രാഗത്തിൽ തുടങ്ങി കാപ്പി രാഗ അടുത്തത് വരും. അതിനുശേഷം സിന്ധു ഭൈരവി എന്നിങ്ങനെ രാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൃതിയാണ്. ഇത് സി രാജഗോപാലാചാരി അല്ലെങ്കിൽ രാജാജി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ നമുക്ക് ഈ കൃതിയുടെ ഫസ്റ്റ് പാർട്ട് നോക്കാം. അതായത് ശിവരഞ്ജിനി രാഗത്തിലുള്ള ആ പോർഷൻ നമുക്കൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ശിവരഞ്ജിനി രാഗം ഒരു ഔഢവ രാഗമാണ്. സരി ഗ പ ധ സ സാ ധ പ ഗ രി സ. ഈ രാഗത്തിന്റെ പ്രത്യേകത മോഹനരാഗത്തിൽ നിന്ന് ഒരേ ഒരു സ്വരം മാറ്റുമ്പോഴാണ് ഈ രാഗത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഒരു നോട്ടിൻ്റെ വ്യത്യാസമാണ്, പക്ഷേ ആ നോട്ടിൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചേഞ്ച് അത് നമുക്ക് വാക്കാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ഒരു ഡിഫറൻസ് ആണ് ആ ഒരൊറ്റ നോട്ടിലൂടെ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ മോഹനരാഗം എടുത്താൽ സരിഗ പദ സാധ പഗരി സ, അതാ മോഹനം. ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇതിൽ തന്നെ ഒറ്റ ഗാന്ധാരം, അതായത് മോഹനത്തിന്റെ ഒരു ഗ മാത്രം അത് റിയോട് ചേർത്ത് വെക്കുന്ന സാധാരണ ഗാന്ധാരത്തിലേക്ക്, അന്തരഗാന്ധാരം മാറി സാധാരണ ഗാന്ധാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ചെയ്ത് നോക്കുക. ഒറ്റ നോട്ട് വ്യത്യാസം വരുമ്പോൾ തന്നെ ആ രാഗത്തിന്റെ ഛായ മൊത്തം മാറി കഴിഞ്ഞു. അപ്പോൾ മോഹനരാഗത്തിന്റെ അന്തരഗാന്ധാരം മാറ്റി സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജനിയായ രാഗം. ആ ശിവരഞ്ജനി രാഗത്തിലാണ് കുറയൻറുമില്ലേ. ഓക്കെ, അപ്പോൾ രാഗത്തിന്റെ ആരോഹണം അവരോഹണം വായിക്കാം. ചതുശ്രുതി ഋഷഭം, ഗ പ ഗ സാധാരണ ഗാന്ധാരം, പ പഞ്ചമം, ചതുശ്രുതി ദൈവതം ഷഡ്ജം, സാധ പഗരി സ. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം തന്നെയാണ്. ആരോഹണം അവരോഹണം സെയിം തന്നെയാണ്. ഔഢവ രാഗമാണ്. 5 സ്വരം. സരിഗ പദ സ സദ പഗരി സ. ഇതാണ് രാഗത്തിൻ്റെ നോട്ട്. ഞാനിപ്പോൾ വായിക്കുന്നത് 2.5 കെട്ട ശ്രുതിയിലാണ്, ബി ഷാർപ്പിലാണ്. ഈ ഒരു കൃതി ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരു കൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ലൈൻ. കുറയുണ്ടുമില്ലേ മരൈമൂർത്തി കണ്ണ, കുറയുണ്ടുമില്ലേ കണ്ണ, കുറയുണ്ടുമില്ലേ ഗോവിന്ദ. ഇതാണ് ഫസ്റ്റ് ലൈൻ. നോക്കാം. ആ ഗാന്ധാരത്തിൻ്റെ ബ്യൂട്ടിയാണ് ആ കീർത്തനത്തിലേക്ക് കൊണ്ടുവന്നതും ആ രാഗത്തിലേക്ക് കൊണ്ടുവന്നതും. അവിടെ ഒരു ശോകഭാവമാണ് ധ്വനിക്കുന്നത്. എല്ലാവർക്കും തന്നെ അത് മനസ്സിലായി കാണും. കേൾക്കുമ്പോൾ തന്നെ അറിയാം. റിയും ഗായോട് ഇങ്ങനെ ഇരിക്കും. കാരണം റിയുടെ തൊട്ട് മുകളിലാണ് ഗ. അപ്പോൾ റിയുടെ ഗായുടെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ചതുശ്രുതി ഋഷഭം കൂടിയ രി ഉണ്ടാവണം. റിയോട് ചേർത്ത് ഗ. അപ്പോഴാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക. ഗ ഗ ഗ ഗ ഗ ഗ ജണ്ട വരിച്ച പോലെ. ഗ ഗ ഗ ഗ ഗ ഗ ഗ പ ഗ പ ദ പ ഗ പ ഗ പ ദ പ പ ഗ പ ഗ ഗ പ ഗ പ ഗ ഗ പ ഗ പ ഗ ഗ ഗ ഗ. രി ഗ സ രി. ആ മൂവ്മെന്റ് ശ്രദ്ധിക്കണം. രി ഗ സ, റിയിൽ നിന്ന് സായിലേക്ക് പോയി റിയിലേക്ക് വരണം. രി ഗ സ രി സദ സദ.
സായിൽ നിന്ന് ദായിലേക്കൊരു ഗ്ലൈഡ്. സദ സദ ഗരി ഗരി സ അതും ജണ്ടയാണ്. ഗരി സദാപ കുറയൊന്നുമില്ലേ പദസാരി ഗഗ സോറി പദസാരി ഗരി ഗരി സസ. ഒന്നുകൂടെ വായിക്കാം. ഗ ഗ ഗ ഗ ഗ ഗ ഗ പ ഗ പ ദ പ ഗ ഗ രി ഗ സാരി സര സര ഗരി ഗരി സദാ പ പദ സാരി ഗ ഗ പദ സാരി ഗരി സദരി സസ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലൈൻ. കണ്ണുക്ക് தெரியாமல் நிற்கின்றாய் கண்ணா பப்பப்ப பப்பப்ப தசத் பாப்பா பப்பப்ப பப்பப்ப தப்பப்பா தப்பப்பா பப்பப்ப தச பாப்பா பப்பப்ப പപ്പപ്പ തപ്പപ്പ. അത് അവിടെ ഒരു ചെറിയ സമയം ഗ്യാപ്പുണ്ട്. കണ്ണുക്ക് தெரியாமல் நிற்கின்றாய் கண்ணா கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா. അടുത്തത് கண்ணுக்கு தெரியாமல் ரிக கக பப்ப பத சக பப்ப பத சக நின்றாலும் ரிக கக ரிக ககரி. ആ സഗരി എന്നാണ് നോട്ട്. സഗരി എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് വയ്ക്കണം. എനക്ക് குறையொன்றுமில்லை கபதவகரி மறைமூர்த்தி கண்ணா മരൈമൂർത്തി ദദഗരി സരി സസ. ഒന്നുകൂടെ ലൈൻ ആ ലൈൻ കൂടെ വായിക്കാം. കണ്ണുക്ക് தெரியாமல் പപ്പ ദസ അദ അണിവല്ല മോതിരം വായിച്ചാൽ നന്നായിരിക്കും. പപ്പ ദസ ഗ ഗരി സഗരി ഗപദ ഭഗരി ദദ ഗരി സരി സസ. അടുത്ത ലൈൻ. വേണ്ടിയതേ തന്തിട
പ പ പ പ ദ ദ ദ വെങ്കടേശ അങ്ങനെ ആ ഒരു സംഗതി അവിടെ വേണം. വെങ്കടേശ വെങ്കടേശ എന്തഴക്ക ഇവിടെ വേണ്ടിയதை തന്നിട പാവ പ പദ ദ ദ പദ ദ ദ പദ സ സ ദവഗ പ ദവഗ പാദ ദപദ സ സ വേണ്ടിയതിൽ വേറില്ലേ ദ സ സ സ ദായിൽ നിന്ന് സായിലേക്ക് ഒരു ഗ്ലൈഡ് ആണ്. സ ദ സ സ സ ദ സ സ സ ദ രി സ ദ പ. അത് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കണം. ദ ദ സ സ സ ദ രി സ ദ സ ദ പ. മറൈമൂർത്തി ഗപദരി ഗഗ കണ്ണമണിവണ്ണ ഗഗരി സദ ഭഗ ഗഗരി സദ ഭഗ സ ഗഗ മലയപ്പ ദപദ സ സ ഗോവിന്ദ ഗോവിന്ദ. അത് വായിക്കാം. വെങ്കടേശ എന്തഴക്ക അവിടെ വരെ കുഴപ്പമില്ല. വേണ്ടിയதை വേറില്ലേ ദ സ സ സ ദ രി സ ദ പ. മറൈമൂർത്തി ഗ പ ദ സ രി ഗ ഗ ഗ രി സ ദ ഗ രി സ ദ പ ഗ സ ഗ സ ഗ ഗ പ ഗ പ പ ദ പ ദ സ സ രി ദ സ സ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് രാഗത്തിലുള്ള, അതായത് ശിവരഞ്ജിനി രാഗത്തിലുള്ള പോർഷൻ. ഇനി അടുത്തത് കാപ്പിയുണ്ട്, അതിനുശേഷം സിന്ധു ഭൈരവിയുണ്ട്. അപ്പോൾ അടുത്ത രാഗങ്ങൾ മറ്റൊരു സെഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും എല്ലാവരും ഒന്ന് വായിക്കുക, നല്ല പെർഫെക്റ്റ് ആക്കി വായിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.